ഇറാനിലെ രാഷ്ട്രീയ മാറ്റങ്ങളും പുതിയ നേതൃത്വത്തിന്റെ നയങ്ങളും ആഗോള രാഷ്ട്രീയത്തിൽ വൻ തരംഗങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. മുൻ പരമോന്നത നേതാവ് അലി ഖമേനിയുടെ വേർപാടിന് ശേഷം അധികാരം ഏറ്റെടുത്ത അദ്ദേഹത്തിന്റെ മകൻ ആയത്തുള്ള മുജ്തബ ഖമേനിയുടെ പുതിയ നീക്കങ്ങൾ വാഷിംഗ്ടണിനെ പോലും ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. അച്ഛനേക്കാൾ കൂടുതൽ കടുത്ത നിലപാടുകളുള്ള ആണവ വിഷയങ്ങളിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാത്ത ഭരണാധികാരിയാണ് പുതിയ നേതാവെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ദി ന്യൂയോർക്ക് ടൈംസ് പുറത്തുവിട്ട ഏറ്റവും പുതിയ രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ ഈ സംശയങ്ങളെ പൂർണ്ണമായും ശരിവെക്കുന്നതാണ്. അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾ തയ്യാറാക്കിയ പുതിയ വിലയിരുത്തലുകൾ പ്രകാരം ഇറാന്റെ ആണവ അഭിലാഷങ്ങളിൽ തികച്ചും അഗ്രസീവായ നിലപാടാണ് മുജ്തബ ഖമേനിക്കുള്ളത്. ഔദ്യോഗികമായി നയമാറ്റങ്ങളൊന്നും പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ആണവായുധ സാങ്കേതിക വിദ്യ കൈവരിക്കുന്ന കാര്യത്തിൽ മുൻഗാമികളെക്കാൾ കൂടുതൽ വഴക്കമുള്ളതും അതേസമയം കർശനവുമായ സമീപനമാണ് പുതിയ നേതൃത്വം സ്വീകരിക്കുന്നത്. ഇത് മേഖലയിലെ ഭൗമരാഷ്ട്രീയ സമവാക്യങ്ങളെ പാടെ തിരുത്തിക്കുറിക്കാൻ പോകുന്ന ഒന്നാണ്. കഴിഞ്ഞ കുറച്ചുകാലമായി മധ്യപൂർവേഷ്യയിൽ നിലനിൽക്കുന്ന സംഘർഷഭരിതമായ അന്തരീക്ഷത്തിൽ ഇറാന്റെ ആണവശേഷിയെക്കുറിച്ചുള്ള അമേരിക്കയുടെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. തങ്ങൾ നേരിട്ട തിരിച്ചടികൾക്ക് ശേഷവും ഇറാന്റെ ആണവ അടിസ്ഥാന സൗകര്യങ്ങളുടെ പ്രധാന ഭാഗങ്ങൾ പൂർണ്ണമായും സുരക്ഷിതമായി സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ടെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട്. അടുത്ത കാലത്തുണ്ടായ സൈനിക ഏറ്റുമുട്ടലുകളിൽ ഇവ തകർക്കപ്പെട്ടു എന്ന് കരുതപ്പെട്ടിരുന്ന സ്ഥാനത്താണ് അമേരിക്കയ്ക്ക് ഈ പുതിയ തിരിച്ചറിവുണ്ടായിരിക്കുന്നത്. സൈനിക ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ തക്കവണ്ണം തങ്ങളുടെ ആണവ സംവിധാനങ്ങൾ കൂടുതൽ സുരക്ഷിതമായ രഹസ്യ കേന്ദ്രങ്ങളിലേക്ക് മാറ്റാൻ ഇറാന് സാധിച്ചിട്ടുണ്ട്. ഈ സാങ്കേതിക ആസ്തികൾ സുരക്ഷിതമായി പുനഃസ്ഥാപിച്ചതിലൂടെ ആണവ പദ്ധതികളുമായി വളരെ വേഗത്തിൽ മുന്നോട്ടു പോകാൻ മുജ്തബ ഖമേനിയുടെ ഭരണകൂടത്തിന് സാധിക്കും. സൈനിക സമ്മർദ്ദങ്ങൾക്കിടയിലും ഇത്രയും തന്ത്രപ്രധാനമായ നീക്കം നടത്താൻ കഴിഞ്ഞത് ഇറാന്റെ പ്രതിരോധ തന്ത്രങ്ങളുടെ വൻ വിജയമായാണ് വിലയിരുത്തപ്പെടുന്നത്. ഇറാന്റെ ഈ പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങളും രഹസ്യ നീക്കങ്ങളും അമേരിക്കൻ ഭരണകൂടത്തിനുള്ളിൽ വലിയ തർക്കങ്ങൾക്കും ആശയക്കുഴപ്പങ്ങൾക്കും വഴിവെച്ചിട്ടുണ്ട്. മുൻകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ഉപരോധ ഭീഷണികളും സൈനിക മുന്നറിയിപ്പുകളും ഇനി മുജ്തബ ഖമേനിക്ക് മുന്നിൽ ഫലപ്രദമാകുമോ എന്ന ചോദ്യം വാഷിംഗ്ടണിനെ അലട്ടുന്നു. പ്രത്യേകിച്ച് അലി ഖമേനിയേക്കാൾ കടുപ്പക്കാരനായ ഒരു നേതാവ് ഭരണത്തിലെത്തിയതോടെ പരമ്പരാഗത നയതന്ത്ര നീക്കങ്ങൾ പാടെ പരാജയപ്പെടാൻ സാധ്യതയുണ്ട്. അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗം നൽകിയ റിപ്പോർട്ട് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ക്യാമ്പിൽ വലിയ രീതിയിലുള്ള പരിഭ്രാന്തി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇറാന് നേരെ അതിശക്തമായ ആക്രമണം നടത്തുമെന്ന ഭീഷണി മുഴക്കിയിരുന്ന ട്രംപിന് ഇറാന്റെ പുതിയ ആണവശേഷിയും നിശ്ചയദാർഢ്യവും തിരിച്ചടിയാവുകയാണ്. ഉടനടി ഒരു സൈനിക നീക്കത്തിലേക്ക് കടക്കുന്നത് വലിയൊരു ആഗോള ദുരന്തത്തിന് വഴിവെക്കുമെന്ന് ട്രംപിന്റെ ഉപദേശകർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. മുജ്തബ ഖമേനിയുടെ വരവ് ഇറാനിലെ വിപ്ലവ സംരക്ഷക സേനയായ IRGCക്ക് കൂടുതൽ കരുത്തും ആവേശവും പകർന്നിട്ടുണ്ട്. ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ പരമാധികാരം സംരക്ഷിക്കുന്നതിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ലെന്ന സന്ദേശമാണ് പുതിയ പരമോന്നത നേതാവ് നൽകുന്നത്. പാശ്ചാത്യ ശക്തികളുടെ ഉപരോധങ്ങളെയും ഭീഷണികളെയും അതിജീവിച്ച് സ്വന്തമായി ആണവ പ്രതിരോധ ശേഷി കെട്ടിപ്പടുക്കുക എന്നത് ഇറാന്റെ നിലനിൽപ്പിന്റെ ആവശ്യകതയായി അദ്ദേഹം കാണുന്നു. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സംവിധാനങ്ങളും സ്ഥിതിഗതികൾ വളരെ ആശങ്കയോടെയാണ് വീക്ഷിക്കുന്നത്. ഇറാൻ ആണവ സാങ്കേതിക വിദ്യ കൂടുതൽ വികസിപ്പിക്കുകയാണെങ്കിൽ അത് മേഖലയിലെ മറ്റ് രാജ്യങ്ങളെയും ആണവായുധ മത്സരത്തിലേക്ക് തള്ളിവിടുമെന്ന് ഭയപ്പെടുന്നുണ്ട്. എന്നാൽ തങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്ന പരമാധികാരം തങ്ങൾക്കുണ്ടെന്ന നിലപാടിലാണ് ടെഹ്റാൻ ഉറച്ചു നിൽക്കുന്നത്. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള പ്രമുഖർ ഇറാൻ തളർന്നിരിക്കുകയാണെന്ന് അവകാശപ്പെട്ടിരുന്നെങ്കിലും ആ വാദങ്ങളെല്ലാം അസ്ഥാനത്താക്കുന്നതാണ് പുതിയ യാഥാർത്ഥ്യങ്ങൾ. വെടിനിർത്തലിനോ ചർച്ചകൾക്കോ അപേക്ഷിക്കുന്നതിന് പകരം 10 മടങ്ങ് ശക്തിയോടെ ആണവ പദ്ധതികളുമായി മുന്നോട്ടു പോകാനാണ് മുജ്തബ പദ്ധതിയിടുന്നത്. ഇത് വാഷിംഗ്ടണിന്റെ നയതന്ത്രപരമായ പരാജയത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണവും മേഖലയിലെ US താവളങ്ങൾക്ക് നേരെ ഇറാൻ നടത്തുന്ന ശക്തമായ പ്രതിരോധവും ഇതിനോടൊപ്പം കൂട്ടിവായിക്കേണ്ടതാണ്. സൈനികമായും നയതന്ത്രപരമായും അമേരിക്കയെ പ്രതിരോധത്തിലാക്കാൻ ഇറാന് സാധിച്ചിട്ടുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ ആണവ പദ്ധതി കൂടി വീണ്ടും സജീവമാക്കുന്നത് അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലെ മേധാവിത്വത്തിന് വലിയ വെല്ലുവിളിയാണ്. രഹസ്യാന്വേഷണ ഏജൻസികളുടെ വിലയിരുത്തൽ പ്രകാരം ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ ഉയർന്ന തോതിൽ ശുദ്ധീകരിച്ച യുറേനിയം ശേഖരം വർദ്ധിപ്പിക്കാൻ ഇറാന് കഴിയും. ഇത് ആണവായുധ നിർമ്മാണത്തിന് ആവശ്യമായ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്.
ആക്രമണങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട സുരക്ഷിത താവളങ്ങളിൽ വെച്ചാണ് ഇത്തരം പ്രവർത്തനങ്ങൾ വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയിൽ നിലവിൽ നടക്കുന്ന രാഷ്ട്രീയ ചർച്ചകൾ ഇറാനോട് ഇനി ഏത് തരത്തിലുള്ള നിലപാട് സ്വീകരിക്കണമെന്നതിനെ കുറിച്ചാണ്. കടുത്ത ഉപരോധങ്ങൾ തുടരണമോ അതോ നയതന്ത്ര ചർച്ചകളിലൂടെ പുതിയ സമവായത്തിലെത്താൻ ശ്രമിക്കണമോ എന്ന കാര്യത്തിൽ വൈറ്റ് ഹൌസ് വൻ ആശയക്കുഴപ്പത്തിലാണ്. എന്നാൽ മൊജ്തബയുടെ കടുത്ത നിലപാടുകൾ നയതന്ത്ര ചർച്ചകളുടെ സാധ്യതകളെ കൂടുതൽ സങ്കീർണമാക്കുന്നുണ്ട്. മേഖലയിലെ പ്രമുഖ രാജ്യങ്ങളായ ഇസ്രയേൽ ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികളും ഇറാന്റെ പുതിയ നീക്കങ്ങളിൽ വൻ ആശങ്കയിലാണ്. മൊജ്തബ കമ്പനിയുടെ ഭരണത്തിന് കീഴിൽ ഇറാൻ കൂടുതൽ അപകടകാരിയായി മാറുമെന്നാണ് അവർ കരുതുന്നത്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ നേരിട്ടുള്ള ആക്രമണം നടത്താൻ ഇസ്രയേൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അതിലുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ ഭയന്ന് അമേരിക്ക അതിന് പൂർണ്ണ പിന്തുണ നൽകാൻ മടിക്കുകയാണ്. അലി ഖമേനിയുടെ കാലത്ത് ചില സന്ദർഭങ്ങളിൽ പാശ്ചാത്യ രാജ്യങ്ങളുമായി വിട്ടുവീഴ്ചകൾക്ക് വാതിലുകൾ തുറന്നിട്ടിരുന്നുവെങ്കിൽ മൊജ്തബ അത്തരം ചിന്തകൾ പൂർണ്ണമായും ഒഴിവാക്കാനാണ് സാധ്യത. പാശ്ചാത്യ രാജ്യങ്ങളെ വിശ്വസിക്കാൻ കഴിയില്ലെന്ന ശക്തമായ ബോധ്യം പുതിയ ഭരണകൂടത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ പ്രതിരോധ ശേഷി പരമാവധി വർദ്ധിപ്പിക്കുക എന്നത് മാത്രമാണ് അവരുടെ ഏക ലക്ഷ്യം. ആഗോള സാമ്പത്തിക രംഗത്തെയും ഈ പുതിയ നീക്കങ്ങൾ ബാധിച്ചിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിൽ വീണ്ടും ഒരു വലിയ യുദ്ധഭീതി ഉയർന്നതോടെ ആഗോള വിപണിയിൽ എണ്ണവില വലിയ തോതിൽ ചാഞ്ചാട്ടത്തിന് വിധേയമാകുന്നുണ്ട്. US സാമ്പത്തിക രംഗത്തെ ബാധിക്കുന്ന ഈ വിഷയം ട്രംപിന് കൂടുതൽ രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടാക്കുന്നുണ്ട്. പാശ്ചാത്യ മാധ്യമങ്ങൾ മൊജ്തബ ഖമേനിയെ ഒരു തീവ്രവാദ നിലപാടുകാരനായി ചിത്രീകരിക്കാൻ ശ്രമിക്കുമ്പോഴും ഇറാനിലെ ജനങ്ങൾക്കും സൈന്യത്തിനും ഇടയിൽ അദ്ദേഹത്തിന് വലിയ പിന്തുണയാണുള്ളത്. രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിക്കാൻ ശക്തനായ ഒരു നേതാവ് വേണമെന്ന ജനങ്ങളുടെ ആഗ്രഹമാണ് മൊജ്തബയിലൂടെ നിറവേറ്റപ്പെടുന്നത്. ഭാവിയിൽ അമേരിക്കയുമായുള്ള ഏതൊരു ചർച്ചയിലും മേൽക്കൈ നേടുക എന്ന തന്ത്രപരമായ ലക്ഷ്യവും ഈ ആണവ മുന്നേറ്റത്തിന് പിന്നിലുണ്ട്. ആണവശേഷി പൂർണ്ണമായി കൈവരിച്ചാൽ മാത്രമേ അമേരിക്ക തങ്ങളോട് തുല്യനിലയിൽ സംസാരിക്കൂ എന്ന് ഇറാൻ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിലെ സൈനിക സമ്മർദ്ദങ്ങളെ അവഗണിച്ച് പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ അവർ തീരുമാനിച്ചിരിക്കുന്നു. ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്ത ഈ വിവരങ്ങൾ അമേരിക്കൻ കോൺഗ്രസിലും വലിയ ചർച്ചകൾക്ക് തിരികൊളുത്തിയിട്ടുണ്ട്. ട്രംപ് ഭരണകൂടത്തിന്റെ വിദേശ നയം പൂർണ്ണമായും പരാജയപ്പെട്ടുവെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. ഇറാനെ കടുത്ത കോണിലേക്ക് തള്ളിവിട്ടതാണ് അവർ കൂടുതൽ അപകടകാരികളായ നിലപാടുകളിലേക്ക് മാറാൻ കാരണമെന്ന് വിമർശനമുണ്ട്. മൊജ്തബ ഖമേനിയുടെ പുതിയ നേതൃത്വത്തിന് കീഴിൽ ഇറാൻ കൈക്കൊള്ളുന്ന തീരുമാനങ്ങൾ വരും നാളുകളിൽ ആഗോള രാഷ്ട്രീയത്തിന്റെ ദിശ തന്നെ മാറ്റാൻ പോകുന്നവയാണ്. ആക്രമണങ്ങളെ പ്രതിരോധിച്ച് തങ്ങളുടെ ആണവ പദ്ധതികളെ കൂടുതൽ സുരക്ഷിതമാക്കി നിർത്തി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഇറാന്റെ ശേഷി അമേരിക്ക അമ്പരപ്പിച്ചിട്ടുണ്ട്. യുദ്ധത്തിന്റെയും സമാധാനത്തിന്റെയും ഇടയിലുള്ള ഒരു നേർത്ത നൂലിലാണ് ഇപ്പോൾ മധ്യപൂർവേഷ്യൻ രാഷ്ട്രീയം നിലനിൽക്കുന്നത്. ട്രംപ് ഭരണകൂടത്തിന് ഇനി മുന്നിലുള്ള വഴികൾ വളരെ കുറവാണ്.